പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും ഇരകളാകപ്പെട്ട തൊഴിലിടമാണ് മലയാള സിനിമ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ദേവകി ഭാഗി. 16ാം വയസ്സിൽ സിനിമയിൽ വീണ്ടും അവസരം ലഭിച്ചെങ്കിലും കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ സിനിമയിലേക്ക് വിട്ടില്ല. പിന്നീട് ആഭാസം സിനിമയിൽ അഭിനയിച്ചപ്പോൾ മറ്റ് ക്രൂ മെമ്പേഴ്സും ഇതേ അനുഭവം പങ്കുവച്ചെന്നും WCC അംഗം കൂടിയായ ദേവകി കോഴിക്കോട്ടെ ഒരു പൊതുപരിപാടിയിൽ വെളിപ്പെടുത്തി. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ആദ്യം ദുരനുഭവം ഉണ്ടാകുന്നത്. ചെറിയൊരു കുട്ടിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കകത്ത് അത്തരം ക്രിമിനൽ മനസ്സുള്ള ഒരു ഗ്രൂപ്പുണ്ട് എന്ന് തന്നെയാണെന്ന് ദേവകി ഭാഗി പറയുന്നു. +1 പഠിക്കുമ്പോൾ സിനിമയിൽ വീണ്ടും അവസരം ലഭിച്ചു. അന്ന് സംവിധായകനെ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കൗച്ചിലൂടെ കടന്നു വന്ന ശേഷമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളതെന്നാണ്. പേടിയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നും അയാൾ പറഞ്ഞു. കുറെ നേരത്തേക്ക് അതിന്റെ ഷോക്ക് വിട്ടുമാറിയിരുന്നില്ല. അയാളോട് താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും അച്ഛനെ വിളിച്ച് ശല്യം ചെയ്തപ്പോൾ മകളെ സിനിമയിലേക്ക് അയക്കുന്നില്ലെന്ന് ദേഷ്യത്തോടെ പറയുകയായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുട്ടിയുടെ അടുത്ത് ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കകത്ത് അത്ര ക്രിമിനൽ മൈൻഡുള്ള പെഡോഫൈൽസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറേ നാളത്തേക്ക് ആ ഭീതിയിൽ പിന്നീട് അച്ഛനോ അമ്മയോ ആരും സിനിമയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നു. അച്ഛൻ കൂടുതൽ ശ്രമിക്കാനൊന്നും നടന്നില്ല. +1 പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമയിൽ അവസരം വരുന്നു. ആ അവസരത്തിൽ ആ ഡയറക്ടർ, അതായത് ആ സിനിമയുടെ അവസരവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കൗച്ചിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത്. അവരിപ്പോൾ ഒരുപാട് വലിയ എമൗണ്ടൊക്കെ സാലറി ആയിട്ട് മേടിക്കുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മോള് പേടിക്കൊന്നും വേണ്ട, മോളുടെ പേടിയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നാണ്. ആഭാസം എന്ന ആദ്യ സിനിമയിൽ ചെറിയൊരു റോളാണ് ചെയ്തത്. അന്ന് കൂടെ പ്രവർത്തിച്ച കുട്ടികളിൽ നിന്നും ഓഡിഷന് പോകുമ്പോൾ പരിചയപ്പെടുന്ന കുട്ടികളിൽ നിന്നും മനസ്സിലാക്കിയത് താൻ കുട്ടിക്കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഭീകരപക്ഷം വളരെ ശക്തമായി തുടരുന്നു എന്നാണെന്നും ദേവകി ഭാഗി പറയുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ കുട്ടികൾക്കടക്കം ദുരനുഭവം ഉണ്ടാകുന്നുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ദേവകിയുടെ വാക്കുകൾ. ന്യൂസ് 18 കോഴിക്കോട്.